കുട്ടിമാമ എന്തു പറ്റി? എന്താ പറ്റേ? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഓടുന്നേ? ജോക്കി എന്താ എനിക്ക് ഓടാൻ പാടില്ലെന്നുണ്ടോ? ഓടാൻ പാടില്ലെന്നുണ്ടോ? അപ്പൊ എന്താ ഈ ബാഗില്? ബാഗില് വീട്ടു സാധനങ്ങൾ. ഒരു വീടാകുമ്പോ സാധനങ്ങളാണ്. അപ്പൊ സാധനങ്ങൾ വാങ്ങണ്ടേ? അതിനെന്താ കുഴപ്പം എന്താ? വേണം. കുട്ടിമാമ ക്യാമ്പിൽ പോയല്ലേ? ക്യാമ്പിൽ പോയി. ഒരു പട്ടാളത്താറപ്പോ ക്യാമ്പിൽ പോകും. എന്താ കുഴപ്പം? അതുകൊണ്ട് കുഴപ്പം എന്താ ക്യാമ്പിൽ പോണതിന്? എന്താ? അതെ, നിന്റെ അമ്മ ഇന്നലെ വിളിച്ചിരുന്നു. നീ എപ്പോഴും അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അമ്മേനോട് ഞാൻ പറഞ്ഞാണല്ലോ കുറച്ചു ദിവസം കഴിഞ്ഞ് വരുള്ളൂന്ന്. പിന്നെന്താ? ഓഹോ, ശരി, കൊണ്ടുപോയിക്കോ, ഞാൻ പൊക്കിക്കോളാം. അതിന്റെ ഇടയ്ക്ക് അവളൊരു ചോദ്യം, കുട്ടിമാമയോട് പോയി ക്യാമ്പിൽ പോയാന്ന്. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഇപ്പൊ അടിക്കണോ? വേണ്ട, പിള്ളേരൊക്കെ ഉറങ്ങിയ ശരി. അവിടെ നീ അതിന്റെ പുറത്ത് കിടന്ന് കിടക്കണേ? ഞാൻ തുണി എടുക്കാൻ പോയതാ. പെട്ടെന്ന് അകത്ത് കയറ്. നിന്നെ അന്വേഷിച്ച് രണ്ടുപേര് ആ സർവീസ് സെന്ററിലുള്ളമാരെ അവിടെ കിടന്ന് കറങ്ങണു. എന്റെ അടുത്ത് ചോദിച്ചു നിന്റെ ഫോട്ടോ കാണിച്ചിട്ട് നിന്നെ അറിയാമോന്നു. എന്തിനാ? പൈസക്കാർക്ക് വേറെ എന്തിന്? ഞാനൊരു കാര്യം പറയാം, ഇനി എന്റെ പൈസ ഒന്നുമില്ല നിനക്ക് വേണ്ടി കൊടുക്കാൻ. പഴയ 500 എനിക്ക് തരാൻ വേണ്ടി. ഞാനതിന് വേറെ വണ്ടിയൊന്നും ചീത്തയാക്കിയില്ലല്ലോ, ഒരെണ്ണല്ലേ ചീത്ത. എനിക്കെങ്ങനെ നീ എത്ര വണ്ടി ചീത്താക്കിയെന്ന്? ഇത്തിരി വരുമാനത്തിന് വേണ്ടിയിട്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തത്. ഇതിപ്പോ അവസാനം ഞാൻ പിച്ചച്ചട്ടി എടുക്കാണ്ട് ഗതികേടായി.